നമസ്കാരം. ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി സ്വന്തമാക്കാൻ മനുഷ്യക്കുരുതി തന്നെ വേണമെന്ന ജോൽസിന്റെ വാക്ക് കേട്ട് യുവാവ് ചെയ്തത് വൻ കടുങ്കൈ. ജോൽസൻ പറഞ്ഞ വാക്ക് കേട്ട് യുവാവിന്റെ ഉറക്കം തന്നെ പോയിരുന്നു. അങ്ങനെ ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷമാണ് മനുഷ്യബലി നൽകാൻ പ്രതി തീരുമാനിച്ചത്. സംഭവത്തിൽ ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിധി കണ്ടെത്താൻ മധ്യവയസ്കനെ മാരാമദേവിക്ക് ബലി കൊടുത്ത യുവാവും ജ്യോതിഷിയുമാണ് അറസ്റ്റിലായത്. കർണാടകയിലെ ചിത്രദുർഗയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന നിധി സ്വന്തമാക്കാൻ മനുഷ്യക്കുരുതി വേണമെന്ന ജോൽസിന്റെ വാക്ക് കേട്ടാണ് യുവാവ് കൊലപാതകം നടത്തിയത്. ചെരുപ്പുകുത്തിയായ 52-കാരൻ പ്രഭാകർ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ആന്ധ്ര സ്വദേശിയായ ആനന്ദ് റെഡ്ഡി എന്ന യുവാവിനെയും ഇയാളുടെ മനുഷ്യബലി കഴിക്കാൻ നിർദ്ദേശിച്ച ജോൽസൻ രാമകൃഷ്ണനെയും പോലീസ് പിടികൂടി. കർണാടക ആന്ധ്ര അതിർത്തിക്ക് സമീപത്താണ് പ്രഭാകരന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നരബലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്താവുന്നതും ആനന്ദ് റെഡ്ഡിയും രാമകൃഷ്ണനെയും അറസ്റ്റിലാകുന്നതും. ഹോട്ടലിൽ പാചക തൊഴിലാളിയായിരുന്ന ആനന്ദ് ജോൽസിന്റെ വാക്ക് കേട്ടാണ് പ്രഭാകരനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ചിത്രദുർഗയിലെ ചില്ലക്കേരെ ബസ് സ്റ്റോപ്പിൽ ചെരുപ്പുകൾ തുന്നുന്നയാളായിരുന്നു പ്രഭാകർ. ആനന്ദ് റെഡ്ഡി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കം മാറാൻ വഴി തേടിയാണ് ആനന്ദ് ജോൽസനായ രാമകൃഷ്ണയുടെ അടുത്തെത്തുന്നത്. പരശുരംപുരയിൽ നിധിയുണ്ടെന്നും അത് സ്വന്തമാക്കാൻ നരബലി നടത്തിയാൽ മതിയെന്നും ജോൽസൻ പറഞ്ഞു. മനുഷ്യക്കുരുതി നടത്തി ആ രക്തം മാരമ്മയ്ക്ക് സമർപ്പിച്ചാൽ അത് സ്വർണ്ണമായി തിരികെ ലഭിക്കുമെന്നായിരുന്നു രാമകൃഷ്ണ ആനന്ദിനെ വിശ്വസിപ്പിച്ചത്. ഇതോടെ ആനന്ദ് നരബലി നടത്താനായി ആളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ചില്ലക്കേരെ ബസ് സ്റ്റോപ്പിൽ ചെരുപ്പൂത്തിയായിരുന്ന പ്രഭാകരനെ ആനന്ദ് നോട്ടമിടുന്നു. പിന്നീട് ഇയാളെ എങ്ങനെ ട്രാപ്പിലാക്കാമെന്ന് ചിന്തിച്ചു. ഒടുവിൽ സംഭവ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനൊരുങ്ങിയ പ്രഭാകരനോട് താൻ ബൈക്കിൽ വീട്ടിലേക്ക് ഇറക്കാമെന്ന് ആനന്ദ് പറഞ്ഞു. പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പ്രഭാകരനെ എത്തിച്ചു. വാഹനത്തിന്റെ പെട്രോൾ തീർന്നെന്ന് പറഞ്ഞ് ആനന്ദ് പ്രഭാകരനെ ബൈക്കിൽ നിന്നും ഇറക്കി. തുടർന്ന് കൈവശം സൂക്ഷിച്ചിരുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ട് നിരവധി തവണ പ്രഭാകരനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്നത് പോലെയുള്ള മൂർച്ചയുള്ള കത്തിയാണ് പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം നരബലിക്ക് ആളെ കിട്ടിയെന്ന് പ്രതി ജോൽസിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചതായും പോലീസ് വ്യക്തമാക്കി. ഇരുവരുടെയും ഫോൺ കോളുകൾ പരിശോധിച്ച പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നരബലി ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് ആനന്ദും ജോൽസിനും പോലീസിന്റെ വലയിൽ കുടുങ്ങുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു.